ഇത്രയും കാലം ആരും രംഗത്ത് വന്നില്ലല്ലോ. എത്രയോ ലക്ഷക്കണക്കിന് ലിറ്റർ മദ്യം കൊടുക്കാനുള്ള ബാറ് ഇനി എവിടെ ബാറ് സ്ഥാപിക്കാനുള്ളത്? അപ്പൊ ഞങ്ങൾ ഈ ഗവൺമെന്റ് വന്ന ശേഷം ബാറ് കൊടുത്തിട്ടില്ല, വേറൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല. നമ്മുടെ മദ്യനയം വന്നിട്ട് പോയി. നമ്മുടെ മദ്യനയം എല്ലാ കാലഘട്ടത്തിലും ഘട്ടം ഘട്ടമായി ഇത് മദ്യത്തിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരിക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. UDF ഗവൺമെന്റ് അങ്ങനെ നടപടി സ്വീകരിച്ചല്ലോ. അത് കഴിഞ്ഞ് വന്ന LDF ഗവൺമെന്റ് കേരളം മുഴുവൻ മദ്യം ഒഴിക്കല്ലേ. നമ്മുടെ നയം അതാണ്. എന്റെ സുഹൃത്തെ, അതേന്ന് 31 ദിവസമല്ല ആയോ വന്നിട്ട്? 31 ദിവസമല്ല ആയോ വന്ന്? അല്പം ക്ഷമിക്ക്. പ്രതിപക്ഷം പറയുന്നത് അതൊരു ഇപ്പോൾ അഴിമതി ആരോപിക്കുന്നില്ലെങ്കിലും അതിന്റെ ഒരു മണം അടിക്കുന്ന കാര്യം വീര്യം കുറഞ്ഞ മദ്യം ഉത്പാദിപ്പിക്കാനുള്ള ഒരു തോമസ് ഐസക്കിനാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു സ്മെല്ല് ചെയ്യുന്നു എന്നാണ്. ഈ 10 വർഷം തോമസ് ഐസക്ക് എവിടെയായിരുന്നു? കേരളത്തിൽ മുഴുവൻ ബാറ് കൊടുത്തപ്പോൾ അദ്ദേഹം മിണ്ടിയില്ല. ഇനി ആർക്കാ കൊടുക്കാറുണ്ട്? എവിടെയെങ്കിലും വെക്കാറുണ്ട്? ഞങ്ങളേതായാലും വന്നിട്ട് 1 മാസം പോലും ആയില്ലല്ലോ. വരട്ടെ. അത് നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റാണ് വീര്യം കുറഞ്ഞ മദ്യം ഫ്രൂട്ട്സിൽ നിന്ന് വരെ മദ്യം കൊണ്ട് ഉത്പാദിപ്പിക്കാനുള്ള തീരുമാനമെടുക്കും. കഴിഞ്ഞ ഗവൺമെന്റ് ഫ്രൂട്ട്സ് അല്ല, അതാ ഞാൻ പറഞ്ഞത്. അന്ന് ഫ്രൂട്ട്സിൽ നിന്ന് വരെ മദ്യം ഉത്പാദിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നയം ഞാൻ പറഞ്ഞു. ഘട്ടഘട്ടമായി മദ്യത്തിന്റെ ഉപയോഗവും വിതരണവും കുറച്ചുകൊണ്ടുവരിക. മുൻ KPC പ്രസിഡന്റായിരുന്ന യശസ്വരീയനായ AP ഉദയഭാനു നേതൃത്വത്തിലുണ്ടായിരുന്ന കമ്മിറ്റി തീരുമാനത്തിന്റെ ഭാഗമാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് രാജ്യത്തെ മുഴുവൻ ബാറുകളും പൂട്ടിയതല്ലേ. അതെന്താ സംഭവിക്കും? ഞങ്ങളുടെ ആത്മാർത്ഥതയിലായിരുന്നു ചെയ്യേണ്ട. ഞങ്ങളെ കാര്യത്തിലൊക്കെ നയമുള്ള ആളുകൾ അതൊന്നും ഈ പത്രസമ്മേളനത്തിൽ നമുക്ക് സെമിനാർ വെച്ച് ഞാൻ സംസാരിക്കും. ഈ ഓപ്പറേഷൻ തൂഫാനെ വൻകിടക്കാരിലേക്ക് പോകുന്നതാണ്. തീർച്ചയായിട്ടും പോകും. വൻകിടക്കാരും മാത്രമല്ല, വിദേശ പൌരന്മാരിലേക്ക് വരെ പോയി. 2 നൈജീരിയ വംശജരെ ഇതിന്റെ യഥാർത്ഥ കണ്ണിയാണ് എന്ന് കണ്ടുകൊണ്ട് കേരള പോലീസ് ഡൽഹിയിൽ പോയി അവരെ പിടിച്ചു. ഒരാളെ ബാംഗ്ലൂരിൽ നിന്ന് അതിസാഹസ്യമായിട്ടാണ് അവർ പോയി പിടിച്ചത്. അപ്പൊ ഇതിന്റെ സോഴ്സ് കണ്ടെത്തുക അത്ര എളുപ്പമല്ല. നമ്മള് കഴിഞ്ഞ ദിവസം ഞാൻ സെൻട്രൽ ഇന്റലിജൻസ്, അതോടൊപ്പം തന്നെ CRPF, കസ്റ്റംസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റുകളും, നർക്കോട്ടിക് ബ്യൂറോ, സെൻട്രൽ നർക്കോട്ടിക് ബ്യൂറോ, ഇവരുമായിട്ടെല്ലാം യോഗം ചേർന്നു. ഇത് 3 തരത്തിലാണ് വരുന്നത്. ഒന്ന് കടൽ മാർഗം, കരമാർഗം, ആകാശമാർഗം. ഇത് 3നെയും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് നമ്മൾ കൈക്കൊള്ളുന്നത്. അപ്പൊ അത് കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ 3 സംസ്ഥാനങ്ങളിലെ അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് ഒരു കത്തയക്കാൻ പോകാം. ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുക. കാരണം അവരുടെ സഹകരണം കൂടെ വേണ്ടിവരും. പിന്നെ DGP തലത്തിൽ തന്നെ DGPയുടെ നേതൃത്വത്തിൽ മറ്റ് DGPമാരുമായി സംസാരിക്കുന്നു. ഇത് വരുന്നതെല്ലാം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ്. അപ്പൊ അത് കൊണ്ടിരുന്ന ആ നടപടികളെ ഞങ്ങൾ ഫലപ്രദമായി ചേർക്കുന്നുണ്ട്. അതിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞാൽ അത് അവർക്ക് ഗുണമാകും. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നത് ശരിയല്ല. സംസാരിക്കുകയല്ല, കത്തയക്കുന്നുണ്ട് മുഖ്യമന്ത്രി. അത് നാളെ തിങ്കളാഴ്ച കത്തയക്കും. DGPമാരുമായിട്ട് DGP സംസാരിക്കും. പിന്നെ അതിന്റെ മറ്റു കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയുന്നത് അവർക്കത് ഗുണമായി മാറുന്നു. പക്ഷെ ഞങ്ങൾ വളരെ വിജിലന്റായി ആഭ്യന്തര വകുപ്പ്, എക്സൈസ്, വിദ്യാഭ്യാസം, ആരോഗ്യം ഈ 3 ഡിപ്പാർട്ട്മെന്റുകളുമായി വകുപ്പുകളുമായി ആലോചിച്ചാണ് ഈ പ്രവർത്തനത്തിൽ നേതൃത്വം. വളരെ വിജയകരമായി ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ജനങ്ങൾ തന്നെ അത് ഏറ്റെടുക്കുകയാണ്. ഇന്ന് ഞാൻ നമ്മുടെ സംസ്ഥയുടെ അധ്യക്ഷൻ ജിഫ്രി തങ്ങളെ കണ്ടു, കാന്തപുരം ഉസ്താദിനെ കണ്ടു, അതോടൊപ്പം തന്നെ താമരശ്ശേരി ബിഷപ്പിനെ 2:30 കാണുന്നുണ്ട്. പിന്നെ നമ്മളെ ആചാര്യ രാജേഷിനെ കണ്ടു.
അപ്പോൾ ഇവർക്കൊക്കെ ധാരാളം അനുയായികളും സംവിധാനങ്ങളും കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം തുഫാൻ വാരിയേഴ്സ് ആക്കിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അവരുടെ അനുയായികളോടും അവരുമായി ബന്ധമുള്ളവരുടെ ഇതിനെതിരെ ഒരു പ്രചരണം നമുക്ക് ആവശ്യമാണ്. അത് വളരെ ഫലപ്രദമാണ്. കാരണം ഇത് 2 തലത്തിലാണ്. ഒന്ന് തുഫാൻ സ്ട്രൈക്ക്, പോലീസ് ഇറങ്ങി ഇത്തരം ആളുകളെ പിടിക്കുക. രണ്ടാമത്തെ തൂഫാൻ വാരിയേഴ്സ്, ഇവരെല്ലാം ഞാൻ തൂഫാൻ വാരിയേഴ്സാക്കി. അപ്പോൾ തൂഫാൻ വാരിയേഴ്സ് ഇതിൻ്റെ ബോധവൽക്കരണം, അതോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഇതിൻ്റെ പ്രചരണം, അവരുടെ അനുയായികളുടെ ഇടയിലുള്ള പ്രചരണം, ഇതെല്ലാമാണ് അവർ. മൂന്നാമത്തേതാണ് തുഫാൻ കെയർ. തുഫാൻ കെയർ എന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുന്നവരെ പെട്ടെന്ന് അത് നിർത്തിക്കഴിഞ്ഞാൽ വിഡ്രോവൽ സിൻഡ്രം ഒക്കെ ഉണ്ടാകും. അവരെ പുനരധിവസിപ്പിക്കുക, അവരെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള വൈദ്യ ശുശ്രൂഷ നൽകുക. ധാരാളം സഭാ നേതാക്കന്മാർ തയ്യാറായി വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ധാരാളം സെൻറ്ററുകളുമുണ്ട്. അവർ അതിൻ്റെയൊക്കെ സഹായം നമ്മൾ ചെയ്യും. മറ്റൊന്ന്, ഈ വ്യാജ കാപ്പൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസിൽ CPM ഇന്ന് സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ വടകര SP ഓഫീസ് മാർച്ചൊക്കെ CPM-ന്റെ നേതൃത്വത്തിൽ നടത്തി. അവർ ആരോപിക്കുന്നത് ഈ SIT അന്വേഷണം കൃത്യമായ രാഷ്ട്രീയമായ തിരക്കഥയ്ക്ക് അനുസരിച്ചാണ്. ഒരു തിരക്കഥയില്ല. സമരം ചെയ്യുന്നത് എന്തിനാണ്? കുറ്റവാളികളെ സംരക്ഷിക്കാനാണ്. സമൂഹത്തിൽ മതവിദ്വേഷം ഉണ്ടാകത്തക്ക നിലയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കാഫിർ എന്ന പ്രചരണം നടത്തിയ ആളുകളെ പോലീസ് അന്വേഷിക്കണ്ടേ? അതാരാണ് എന്ന് കണ്ടെത്തണ്ടേ? കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അന്വേഷിച്ചിട്ടും അത് മടക്കിയ ഫയലാണ്. അത് എനിക്ക് പരാതി കിട്ടിയപ്പോൾ ആ പരാതിയെപ്പറ്റി ഞാൻ അന്വേഷിക്കാൻ ഒരു ടീമിനെ വെച്ചു. ആ ടീമിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല, നിങ്ങൾക്കറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അത് അന്വേഷിക്കും, യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കും. ആര് സമരം ചെയ്യാനും നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്, സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ കുറ്റവാളികളെ കണ്ടുപിടിക്കരുതെന്ന് ആരും പറയാൻ പാടില്ല. കാരണം യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്ന് കൊണ്ടുവരിക കാഫിർ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നാളെ ഇതുപോലെ വർഗീയ വിദ്വേഷം ഉണ്ടാക്കാനും വർഗീയമായ ചേരുതൽ ഉണ്ടാക്കാനും ആരും ശ്രമിക്കാൻ പാടില്ല. കേരളം ഒരു മതേതര വിശ്വാസിയുടെ നാടാണ്, മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ഒരു നാടാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് വർഗീയമായ ചേരുതൽ ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ പോലീസിനെ കയ്യിൽ കെട്ടുന്ന ഈ സമുദായ നേതാക്കളുടെ തൂഫാൻ വഴിയേഴ്സാക്കിയുള്ള പിന്തുണ തേടുകയാണ്. പക്ഷേ ഇത് സുകുമാരനായി പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന് കാണാൻ അനുമതി നൽകിയില്ല, മുഖ്യമന്ത്രി അഹങ്കാരമാണ് അങ്ങനെ അനുമതി കൊടുക്കുക. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. എന്നെ കാണുമെന്ന് പറയുന്നത് എല്ലാവരും ഞാൻ കാണും. ഇന്നലെ 2 മാവോയിസ്റ്റുകൾ എന്നെ കാണുമെന്ന് അവരെ ഞാൻ കണ്ടു. മാവോയിസ്റ്റ് നേതാക്കന്മാരായി നേരത്തെ ഉണ്ടായിരുന്ന രൂപേഷിന്റെ ഭാര്യ സൈനയ്ക്കും സൈനയും പിന്നെ വേറൊരാളും കൂടെ എന്നെ കാണുമെന്ന് പറഞ്ഞു. ഞാൻ ഒരു മടിയും പറഞ്ഞില്ല, 5 മണിക്ക് കാണാമെന്ന് പറഞ്ഞു. ഞാനവരെ കണ്ടു. അവരുടെ പരാതികൾ ഞാൻ കേട്ടു. ഞാൻ അവരോട് ഉപദേശിച്ചു, നിങ്ങൾ ഈ സായുധ സമരത്തിൽ നിന്ന് പിന്തിരിയാം, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയാണ്. ആശയപ്രചരണം നടത്താം. ഈ കഴിഞ്ഞ 25-ാം തീയതി കോഴിക്കോട് വെച്ച് നക്സൽവാരി അർബൻ നക്സലൈറ്റുകളുടെ യോഗം ഉണ്ടായിരുന്നു. അതിനകത്ത് മുരളി കണ്ണപ്പള്ളി അടക്കം പങ്കെടുത്തു. നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, പങ്കെടുത്തു. ആ പോലീസ് നിരീക്ഷിച്ചപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് 9 പേരെയാണ് വെടിവെച്ച് കൊന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 9 മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്നു. ഞാൻ 2.5 വർഷം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് ഒരാളെയും ഞങ്ങൾ വെടിവെച്ച് കൊന്നില്ല. അതേസമയം രൂപേഷിനെയും ഷൈനിയും നമ്മൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോയി ശിക്ഷിച്ചു, ജയിലിലടച്ചു. ഒരാളിനെ കൊല്ലുക നമ്മുടെ സമീപനമല്ല. അതേസമയം മാവോയിസ്റ്റുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ വീക്ഷിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് അപകടമാണെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോയി. അപ്പോൾ ആരെയും സ്വർണ്ണക്കള്ള കേസിൽ പ്രധാനപ്പെട്ട SIT പ്രശാന്ത് ഉൾപ്പെടെയുള്ള ഭരണസമിതികൾ പരിപാടിയിലേക്ക് കൊണ്ടുവരുന്ന തീരുമാനമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ അത് കോടതി നിയോഗിച്ച ഒരു SIT ആണ്. ആ കോടതിയുടെ നിയന്ത്രണത്തിലാണ് അതെല്ലാം. അതിനകത്ത് ഞങ്ങളൊരു കാരണവശാലും ഞാൻ ഇതുവരെ ആഭ്യന്തരമന്ത്രിയായ ശേഷമാണ് കേസുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല, ഇടപെടാൻ പാടില്ല. ആഭ്യന്തരമന്ത്രി ഒരു കേസിൽ ഇടപെടാൻ പാടില്ലാത്തതാണ്.
നമ്മൾ ഇടപെട്ടിട്ടില്ല. അത് കോടതിയുടെ നിരീക്ഷണത്തിലാണ്. കോടതി പറഞ്ഞിട്ടാണ് SIT ഉണ്ടാക്കിയത് അല്ലേ? അപ്പോൾ കോടതി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ഞാനോ ഗവൺമെൻറ്റോ ഇടപെടും. ഈ കോഴിക്കോട് ഈ ലഹരി വൽക്കരണ സ്പാ വ്യവസായത്തെ കുറിച്ചൊരു പരാതി വരുന്നുണ്ടല്ലോ. അത് പലയിടത്തും ഉണ്ട്. ഞങ്ങളത് അന്വേഷിക്കും.